ഇന്ദിര പരോളിനുള്ള തൻ്റെ ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകുന്നത് ആലോചിച്ചിരിക്കുമ്പോഴാണ് ശേഖരൻ ഉറക്കെ വിളിക്കുന്നത് കേൾക്കുന്നത്. അവരുടെ അമ്മ മരിച്ചിരിക്കുന്നു. രാമേട്ടനും റഷീദും കാണാനെത്തുന്നുണ്ട്. ഇന്ദിരയുടെ മൂത്ത സഹോദരൻ ഡൽഹിയിൽ നിന്നും വരുന്നു. ഇന്ദിര വന്നിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ അയാൾ വരില്ലായിരുന്നു എന്ന് ആളുകൾ കൂടി നിൽക്കെ അയാൾ ആക്രോശിക്കുന്നു. എല്ലാം കേട്ടുകൊണ്ട് റഷീദും അവിടെ ഉണ്ടായിരുന്നു. ദഹനം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഇന്ദിരയെ എല്ലാവരും ശപിക്കുമ്പോഴും മനസ്സിലൊരു കറുത്ത വിചാരം തോന്നാത്ത ഒരേ ഒരാളേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇന്ദിരയെ കണ്ടിട്ട് പോയ റഷീദ് വീണ്ടും തിരിച്ചു വരുന്നു. താൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നതല്ല എന്നും അന്ന് ഇന്ദിരയ്ക്ക് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകേണ്ടിയിരുന്ന ദിവസമായിരുന്നതിനാൽ താൻ ഇൻസ്പെക്ടറോട് സംസാരിച്ച് ഇനി പോകേണ്ട എന്നും പരോളിന്റെ വ്യവസ്ഥകൾ റഷീദ് അന്വേഷിച്ചു എന്നും പറയുന്നു. 10 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 10 നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് റഷീദ് തിരികെ നടന്നു.